രാജ്യത്ത് കോവിഡ് കേസുകളിൽ വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. പുതുതായി 276 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 4302 കഴിഞ്ഞ 24 മണിക്കൂറിൽ കോവിഡ് ബാധിച്ച് 7 പേർ മരിച്ചുവെന്നും റിപ്പോർട്ട്. അനൂപ് ദാസ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നുണ്ട്. അനൂപ്, വലിയ ഒരു പരക്കൽ ഈ രോഗത്തും ഉണ്ടാകുന്നു എന്നതാണ്. തീവ്ര ശേഷി കുറവ് എന്നത് മാത്രമാണ് ഒരു അല്പം ആശ്വാസം. എങ്ങനെയാണ് ആരോഗ്യ മന്ത്രാലയം കാണുന്നത്? ഇപ്പോഴും കേരളവും മഹാരാഷ്ട്രയും ഒക്കെയാണോ ഈ രോഗബാധിതരിൽ ഏറി നിൽക്കുന്നത്? അതെ, കേരളവും മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത്. പക്ഷേ ആശ്വാസമുള്ളൊരു കാര്യം, കേരളത്തിൽ ഇന്നലത്തെ കണക്ക് മാത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ 43 രോഗികളുടെ കുറവുണ്ട്. അതായത് രോഗബാധ കൂടുതലായി പോവാതെ കുറഞ്ഞു വരുന്നുണ്ട് കേരളത്തിൽ എന്നതാണ് ഒരു ആശ്വാസമുള്ള കാര്യം. മഹാരാഷ്ട്രയിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ രാജ്യത്താകമാനം ഇന്നലെ 7 പേർ മരിച്ചതിൽ 4 പേരും മഹാരാഷ്ട്രയിലാണ്. അവിടെ രോഗബാധിതരുടെ എണ്ണം മാത്രമല്ല മരണസംഖ്യയും കൂടുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ആശുപത്രികളൊക്കെ സജ്ജമാക്കി നിർത്തണം എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ആളുകളോട് പറ്റുമെങ്കിൽ മാസ്ക് വെച്ച് തന്നെ പുറത്തു പോകണം എന്ന നിർദ്ദേശമുണ്ട്. നിർബന്ധമല്ല, ഒരു നിർദ്ദേശമാണ്. എന്തായാലും കൂടുതൽ ജാഗ്രതയിലേക്ക് പല സ്ഥലങ്ങളും കടക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം.